ദൈവത്തിന്റെ തോട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച സ്വരൂപത്തിലുള്ള സാദൃശ്യമുള്ള മനുഷ്യൻ ദൈവം കൊണ്ടാക്കിയിടത്തെ ഫലഭൂയിഷ്ഠമായ ആഹാരങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുമ്പോൾ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, മനുഷ്യ, പകൽ നീ തോട്ടത്തിൽ വേല ചെയ്തോ, തോട്ടത്തിലെ ഫലങ്ങൾ ഭക്ഷിച്ചോ, പക്ഷേ നേരം വൈകും, സൂര്യൻ അസ്തമിക്കും, സന്ധ്യയാകും, പേടിക്കരുത്, സന്ധ്യയ്ക്ക് ഞാൻ ഇഞ്ഞു വരും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? എന്റെ പ്രിയരെ, ജീവിതത്തിൽ സന്ധ്യ വരാത്ത ആരുമില്ല. സന്ധ്യ വരാൻ ഒത്തിരി സമയം വേണ്ട. സൂര്യൻ അസ്തമിച്ച സന്ധ്യ കേട്ടോ. വലിയ സന്തോഷത്തിരിക്കുന്നവർക്കൊക്കെ സന്ധ്യ വരാൻ ഒരു നിമിഷം മതി. രാവിലെ 36 കുട്ടികളെ ഒരു ടെമ്പോ ട്രാവലിനകത്ത് ഡ്രൈവർ വഹിച്ചുകൊണ്ട് വരുമ്പോൾ പഠിക്ക വന്ന കുഞ്ഞിനെ കൂടെ അമ്മ ഓടിച്ചെന്നു, കുഞ്ഞിനെ കയറ്റി ബായിക വാതുക്കെ നിൽക്കുന്ന ആ സെർവൻ്റായ സഹോദരിയുടെ കൊടുത്തു. അവൾ വാങ്ങി അകത്തു വെച്ചു. ടിഫിൻകാരർ കൊടുത്തു. രാവിലെ കുഞ്ഞിനെ അമ്മ ഓമനിച്ച് നിർബന്ധിച്ച് ഉറക്കി എണ്ണീപ്പിച്ച് കുളിപ്പിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ച് ഉച്ചക്കത്തെ ആഹാരമൊക്കെ കൊടുത്ത് ആ ഒരു പോപ്പിയുടെ ബാഗും ഒരു പോപ്പി കൊടയും ഒക്കെ കൊടുത്തിട്ട് സ്കൂബിയുടെ ബാഗൊക്കെ കൊടുത്ത് ഈ സ്കൂൾ വണ്ടിയൊക്കെ കയറ്റി വിട്ട് കൊച്ചകത്ത് കയറിയിട്ട് ആ കിരുത്തെ കൊടിഞ്ഞ വെളിയിലോട്ട് നോക്കി അമ്മയെ നോക്കി ടാറ്റ കാണിച്ചപ്പോൾ ഈ 33 പിള്ളേരും ടാറ്റ കാണിച്ചു. എല്ലാവർക്കും അമ്മ ടാറ്റ കൊടുത്തു. ആ പോക്ക് കുഞ്ഞുങ്ങൾ ചെന്ന് ഡ്രൈവർ പോയത് ഒരു വലിയ കനാലിലോട്ടാണ്. ആ കനാലിൽ 33 കുട്ടികളും ഡ്രൈവറും ആഴയും ഒന്നിച്ച് മുങ്ങിച്ചത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പം വീട്ടിൽ വിവരം പറഞ്ഞു, സന്ധ്യ വരാൻ ഒത്തിരി സമയം വേണ്ട. ടാറ്റ കൊടുത്ത് പോയ കുഞ്ഞുങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീടുകളിൽ 33 വീട്ടിൽ ഒന്നിച്ച് സന്ധ്യ വന്നു. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, കുഞ്ഞെ, സന്ധ്യ വരത്തില്ലെന്നല്ല, നിന്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിക്കാം, ഇരുട്ട് പരക്കാം, സന്ധ്യ വരാം, പക്ഷേ നീ പേടിക്കല്ലേ. നിന്നെ മെനഞ്ഞ ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരികയാണ്. സന്ധ്യ വരുമ്പോൾ, വെയിലാറുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അത് ജീവിതത്തിന്റെ കൂരിരുട്ടുകൾ നിന്നെ സ്വാധീനിക്കാൻ വരുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ മാത്രം കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.